പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചത് ഇലച്ചെടികളായിരുന്നു. അപ്പം ഇനി നമുക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വള്ളിച്ചെടിയാണ്. ബ്ലീഡിംഗ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു വള്ളിച്ചെടി. നമുക്കിത് വള്ളിച്ചെടിയായിട്ടും അതുപോലെ ബുഷിയായിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ പൂക്കൾ വൈറ്റ് കളറിൽ വന്നിട്ട് അതിൻ്റെ നടുക്കൂടെ ഒരു റെഡ് കളറിലെ ഫ്ലവേഴ്സ് ഇങ്ങനെ വരും. അപ്പം ആ വൈറ്റും റെഡും കൂടെ ഉള്ള കോമ്പിനേഷനാണ് ഈ ചെടിയുടെ ഭംഗി തന്നെ. നമുക്ക് ഈ ചെടി വേണമെങ്കിൽ ബുഷിയായിട്ടും ചട്ടികളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. ഞാനിതിങ്ങനെ കാർപോർച്ചിൻ്റെ സൈഡിൽ നിന്ന് മുകളിലത്തെ ബാൽക്കണിയിലായിട്ട് ഒരു കയറ് കെട്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടി ഇത് മുകളിലേക്ക് വളർന്നു കയറും. അപ്പോൾ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ കുറേ നാൾ നിൽക്കും, എന്നിട്ട് അത് പോകാറുള്ളൂ. ഇതിപ്പം കണ്ടോ, കുറച്ച് പഴകിയ പൂവാണ്. അതാ ഒരു ചെറിയ കളർ ചേഞ്ചൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ചെമ്പകമുണ്ട്. അതിൽ പൂക്കളും ആയിട്ടുണ്ട്. വൈറ്റ് കളറിലെ ഫ്ലവേഴ്സാണ് ഇതിലുള്ളത്. പൂവൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് യൂഫോർബിയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, യൂഫോർബിയയുടെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരുപാട് കാലം അതിൽ നിൽക്കും. പെട്ടെന്നൊന്നും അതിൻ്റെ പൂക്കൾ വാടിപ്പോകാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് യൂഫോർബിയ. ഇതും യൂഫോർബിയയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. കമ്മൽ പോലത്തെ കുഞ്ഞു പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. കുഞ്ഞു കുഞ്ഞു പൂക്കളായതുകൊണ്ട് നിറയെ പൂക്കളായിട്ട് നിൽക്കുമ്പം കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ റോസയിലും മുല്ലയിലും ഒക്കെ പൂവുണ്ടായിരുന്നു, അതൊക്കെ കൊഴിഞ്ഞു പോയി. നമുക്കിപ്പം വീഡിയോ എടുക്കുന്ന ദിവസം ഉള്ള പൂക്കളല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ചെമ്പരത്തിയാണ്. തട്ട് ചെമ്പരത്തി എന്നാണ് ഞങ്ങളിതിന് പറയുന്നത്. നല്ല റെഡ് കളറിലെ പൂക്കളാണിതിൽ, ഡാർക്ക് റെഡ് കളറിലെ പൂക്കൾ. പിന്നുള്ളത് ചെത്തിയാണ്, ചെറിയ പൂക്കളുണ്ടാകുന്ന ചെത്തി. 3 കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് റോസ്, റെഡ്, അതുപോലെ വൈറ്റ്. ഇത് ലെൻഡാന പ്ലാന്റ് ആണ്. അരിപ്പൂന്നും കൊങ്ങിണിപ്പൂന്നും ഒക്കെ നമ്മൾ പറയും. ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല, ഏത് സമയത്തും പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ തന്നെ ഒരു 3-4 കളർ എൻ്റെ കയ്യിലുണ്ട്. ഇതിപ്പം യെല്ലോ കളറാണ്. ഞാനിപ്പം പ്രൂൺ ചെയ്തിട്ട് ഇതിൽ പൂക്കളൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളൊന്നും കാണാൻ മേലാത്ത രീതിയിൽ നമുക്ക് പൂക്കൾ കാണാം. ഇതിൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ലെൻഡാന. ഇത് ഡാർക്ക് റെഡ് കളറിലെ ഒരു ആന്തൂറിയ പ്ലാന്റ് ആണ്. ഫ്ലവേഴ്സൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ വിൻഗ പ്ലാന്റ്. ഇതൊരു സീസണൽ ഫ്ലവേഴ്സ് അല്ല, സീസൺ ഇല്ലാതെ ഏത് സമയത്തും ഫ്ലവർ തരുന്നൊരു ചെടി കൂടിയാണിത്. പ്രത്യേകിച്ച് പരിചരണമൊന്നും ഇല്ലാതെ എവിടെ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടി കൂടിയാണിത്. ഇതിന് നിത്യകല്യാണി എന്നും അതുപോലെ ശവക്കോട്ടപ്പച്ച എന്നും ഒക്കെ പറയാറുണ്ട്. നിത്യവും പൂ തരുന്നതുകൊണ്ടാണ് ഇത് നിത്യകല്യാണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പല സ്ഥലങ്ങളിലും ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഒരു മുല്ലയാണ്. ഇതിനെ കാട്ടുമുല്ല എന്നാണ് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് മണവോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല, പക്ഷേ നിറയെ പൂക്കളായിരിക്കും. സാധാരണ മുല്ലയേക്കാളും നിറയെ പൂക്കളായിരിക്കും ഇതിൽ. ഇത് ഇപ്പം ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് പൂക്കളൊന്നും ഇല്ലാത്തത്. നിറയെ പൂക്കൾ പിടിച്ചൊരു ചെടിയാണിത്. അതുപോലെ ഞാൻ ഈ ഭാഗത്തും വിൻഗ പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ലെൻഡാന പ്ലാന്റ് നിൽപ്പുണ്ട്.
പിന്നുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് ചൈനീസ് ഓർക്കിഡെന്നും അതുപോലെ പാവങ്ങളുടെ ഓർക്കിഡെന്നും ഉള്ള പേരിലൊക്കെ അറിയപ്പെടുന്നു. ഇതിൽ ചെറിയ പൂക്കളാണ്, കോളാമ്പി പൂ പോലെ ചെറിയ പൂക്കൾ, പക്ഷേ നല്ല ഭംഗിയുള്ള പൂക്കൾ, കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഇതൊരു ലെൻഡാന പ്ലാന്റ് ആണ്, റെഡ് കളറിലെ പൂക്കളുള്ള ഒരു പ്ലാന്റ്. ഇതൊരു ഓർക്കിഡാണ്, ഗ്രൗണ്ട് ഓർക്കിഡ് എന്നൊക്കെ നമ്മൾ പറയും. ഇതിൽ പൂവായി വരുന്നതേ ഉള്ളൂ, മുട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പൂവ് ഇങ്ങനെ വിടർന്ന് വന്നിട്ടേ ഉള്ളൂ. ഇതൊരു ലില്ലി പ്ലാന്റ് ആണ്, ഓറഞ്ച് കളറിലെ പൂക്കളായിട്ടുള്ള ഒരു ലില്ലി പ്ലാന്റ്. ഇത് മഞ്ഞ കളറിലെ ജമന്തിയാണ്, പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇതൊരു കാക്കപ്പൂവാണ്. ഇതിങ്ങനെ തനിയെ കിളുത്ത് വന്നത്, നമ്മൾ വെച്ച് കിളിപ്പിച്ചൊന്നുമല്ല, തനിയെ കിളുത്ത് വന്നത് പൂവായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് റസീലിയ പ്ലാന്റ് ആണ്. ഫയർ ക്രാക്കർ എന്നും അതുപോലെ കോറൽ പ്ലാന്റ് എന്ന പേരിലുമൊക്കെ ഈ ചെടി അറിയപ്പെടുന്നു. ഇതിൻ്റെ ഇലകൾ നീഡിൽ പോലത്തെ ഇലകളാണ് ഇതിനുള്ളത്. അതുപോലെ ഇതിൽ നിറയെ റെഡ് കളറിലെ ഫ്ലവേഴ്സും ഉണ്ടാവും. പിന്നുള്ളത് ഈ ഒരു ചെടിയാണ്, റെഡ് കളറല്ല മജന്ത കളറിൽ ചെത്തിപ്പൂ പോലെ നിറയെ പൂക്കളുണ്ടാകുന്നൊരു ചെടി. ഇതിൻ്റെ തന്നെ പല കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ, വയലറ്റ് ഉണ്ട്, അതുപോലെ വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ പല കളറിലുണ്ട്. അപ്പം ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഇത് റെഡ് കളറ്, ആദ്യം കാണിച്ചത് മജന്ത കളറാണ്. പക്ഷേ രണ്ടും നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ രണ്ടും ഒരേ കളർ പോലെയാണ് തോന്നുന്നത്. ഇതൊരു ബ്ലീഡിംഗ് ഹാർട്ട് പ്ലാന്റ് ആണ്, നമ്മൾ ആദ്യം കാണിച്ചില്ലേ, അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ആദ്യം കാണിച്ചത് വൈറ്റ് കളറിൽ നിന്ന് റെഡ് കളർ ഫ്ലവേഴ്സ് ഇങ്ങനെ വരുന്നു. ഇതിപ്പം ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ നിന്നും റെഡ് കളർ ഫ്ലവേഴ്സ്. ഇതിൽ നിറയെ പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ്. പിന്നത്തെ ഇത് നമ്മൾ മെയ് മാസപ്പൂ എന്നൊക്കെ പറയും. സാധാരണ മെയ് മാസത്തിലാണ് ഇത് ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഇതിന് മെയ് മാസപ്പൂ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഏപ്രിൽ ആയപ്പോഴേ ഇതിൽ പൂത്ത് തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്, നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. എന്താ പറയണേ, പക്ഷേ ഇത് എപ്പോഴും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. മെയ് മാസത്തിൽ, മെയ് ഏപ്രിൽ മാസങ്ങളിൽ മാത്രമാണ് ഇത് പൂവിടുന്നത്. പിന്നെ ഞാനൊരു പൈപ്പിൽ ഇതുപോലെ 10 മണി ചെടികൾ വെച്ച് കൊടുത്തിരിക്കുകയാണ്. പല കളറിലുള്ള പൂക്കളുള്ള ചെടികളാണ് വെച്ചിരിക്കുന്നത്. പിന്നെന്താ, ഒരുപാട് നാളായി വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഫ്ലവറിങ് സീസണൊക്കെ ഇപ്പം കഴിഞ്ഞു എന്ന് തോന്നുന്നു. നേരത്തെ നമ്മളിത് വെച്ച് കൊടുത്ത സമയത്ത് ഈ പൈപ്പൊന്നും കാണാത്ത രീതിയിൽ നിറയെ പൂക്കളായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം പൂക്കൾ പൊതുവെ കുറവാണ്. ഇത് ഒരു റോസ് കളറിലെ ഫ്ലവറോട് കൂടിയൊരു ചെടിയാണ്. കോളാമ്പിപ്പൂ പോലെ തന്നെയാണ് ഇതിൻ്റെ പൂവിരിക്കുന്നത്. പിന്നെന്താ പറയുന്നത്, ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്, കമ്പ് വെച്ച് നമുക്ക് കിളിപ്പിക്കാം. അതുപോലെ ഇതിൻ്റെ വിത്തിൽ നിന്ന് ധാരാളം തൈകൾ ഇതുപോലെ ഉണ്ടായി നിൽക്കും. നമ്മളൊരു ചെടി കിളിർത്ത് കഴിഞ്ഞാൽ വിത്തിൽ നിന്ന് ധാരാളം ചെടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡായി വളരും. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു ഗാർഡൻ. എൻ്റെ ഗാർഡനിലെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്